എല്ലാവരും പറയും എന്താ മറിമായത്തിൽ നിന്ന് പോയ അപ്പം അതിൻ്റെ അടിയിലും ചില കൊസ്രാക്കൊള്ളികൾ വന്നിട്ട് അറിഞ്ഞില്ല ഉള്ള അഹങ്കാരം കാരണം അവളെ പറഞ്ഞു വിട്ടതാന്നൊക്കെ അതിൻ്റെ അടിയിൽ വന്ന് കമൻറ്റ് ചെയ്യും. സത്യത്തിൽ സംഭവിച്ചത് ഇപ്പം പറഞ്ഞില്ലേ ഇത് വെറുതെ അല്ല ഭാര്യ കഴിഞ്ഞപ്പോൾ അവരുടെ സ്വന്തമായിട്ട് എടുത്തു എന്ന് പറഞ്ഞില്ലേ. അപ്പം അതുപോലെ ഈ ഞങ്ങളുടെ അതിനകത്തൊരു കൺട്രോളർ ഉണ്ടായിരുന്നു, ഒരു നല്ല ഹൈറ്റൊക്കെ ഉള്ള ഒരാൾ, പേര് ഞാൻ പറയുന്നില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ഈ മറിമായത്തിലുള്ളവരെല്ലാവരും വേറെ പ്രോഗ്രാം ഗൾഫ് ഷോ ഒക്കെ ധാരാളം വരും, അപ്പോൾ അല്ലെങ്കിൽ സിനിമ വരും. അപ്പോൾ ഇത് അത്രയും ആർട്ടിസ്റ്റ് ഉള്ളതുകൊണ്ട് ഒരാൾ പോകുന്നത് കൊണ്ട് വലിയ പ്രശ്നമൊന്നും അവിടെ സംഭവിക്കില്ല, കാരണം കഥയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ അപ്പോൾ എല്ലാവരും അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ മറ്റ് വർക്കുകൾ എന്ന് പറഞ്ഞാൽ ഇതേപോലെ ഷോയ്ക്കോ സിനിമയൊക്കെ വരുമ്പോൾ അങ്ങനെ പോവാറുണ്ട്. അപ്പോൾ അങ്ങനെ അത് കൂടി വന്നപ്പോൾ നമ്മുടെ ഡയറക്ടർ പറഞ്ഞു 15-ാം തീയതിക്ക് മുൻപ് വിളിച്ച് പറയണം, നിങ്ങൾ 1-ാം തീയതി ഉണ്ടാവില്ലെങ്കിൽ തലേ മാസം 15-ന് മുൻപ് നിങ്ങൾ വിളിച്ച് പറയണം, അതല്ലെങ്കിൽ അതിന് ശേഷം പറഞ്ഞാൽ പിന്നെ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. ഓക്കെ, നമുക്കൊന്നും അത് പ്രശ്നമല്ല എന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ഇവിടെ കണ്ണൂരൊരു സിനിമ വന്നപ്പോൾ സിനിമ ചെയ്തുകൊണ്ടിരുന്നു. ആ സിനിമ തീർന്നിട്ട് അതിൻ്റെ 2ാമത്തെ ഷെഡ്യൂളാണ്. അപ്പോൾ എനിക്ക് എന്തായാലും ചെയ്യാതിരിക്കാൻ പറ്റില്ല. അപ്പം ഞാൻ ഈ ഷെഡ്യൂൾ ഉണ്ടാവില്ല എന്ന്